ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുകയുയർന്ന് UPS പൊട്ടിത്തെറിച്ച് വലിയ പൊട്ടിത്തെറി ഉണ്ടായി. അവിടെ വലിയ പുക ഉയർന്ന് ഏതാനും മരണങ്ങളും സംഭവിച്ചത്. അവിടെ ഇതെല്ലാം പരിഹരിച്ച് വരുന്നതിനിടെയാണ് മെഡിക്കൽ കോളേജിൽ തന്നെ വീണ്ടും പുക ഉയർന്നത്. അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ പുക ഉയർന്നിട്ടുള്ളത്. ആളുകളെ രോഗികളെയും ഒക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 ദിവസം മുമ്പാണ് UPS പൊട്ടിത്തെറിച്ച് സ്ഫോടനമുണ്ടായി. അവിടെ ഈ സമയത്ത് നടന്ന മരണങ്ങൾ അതേപ്പറ്റി അസ്വാഭാവിക മരണമെന്നുള്ള നിലയിൽ അന്വേഷണമൊക്കെ നടക്കുന്നു. അപ്പോൾ തന്നെയാണ് വീണ്ടും ഇതേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പുക ഉയരുന്നത്. രോഗികളെ ഒഴിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ അതേ വാർഡിൽ തന്നെയാണോ, അതേ ബ്ലോക്കിൽ തന്നെയാണോ ഇപ്പോഴും ഈ പുക ഉയർന്നിട്ടുള്ളത്? ദിസ്ന, വിനോദ്, 6ാം നിലയിലാണ്, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ 6ാം നിലയിൽ, അതായത് ഓപ്പറേഷൻ തിയേറ്ററുകളൊക്കെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ പുക ഉയർന്നതായി സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അവിടെ രോഗികളുണ്ടായിരുന്നു. പക്ഷെ അവരുണ്ടായിരുന്ന കുറച്ച്, അതായത് അത്യാഹിത വിഭാഗം ഒക്കെ തന്നെയും പ്രവർത്തനം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ വിനോദ് സൂചിപ്പിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വീണ്ടും അത്യാഹിത വിഭാഗത്തിൻ്റെ 6ാം നിലയിൽ പുകയിരുന്നത്. ഇതേ തുടർന്ന് അവിടെ നിന്ന് രോഗികളെയും അവിടെ കൂട്ടിന് ഇരിക്കാൻ വന്ന രോഗികളുടെ ബന്ധുക്കളെയും ഒക്കെ തന്നെ അവിടുന്ന് വളരെ പെട്ടെന്ന് ഒഴിപ്പിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ UPS അത് പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടനമുണ്ടായി. ഇതേ തുടർന്ന് ആ സമയങ്ങളിൽ 5 മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. അത് ശ്വാസം ലഭിക്കാതെ വന്നതും അല്ലെങ്കിൽ പുക ശ്വസിച്ചും ഒക്കെ നടന്ന മരണമാണ് എന്ന് ബന്ധുക്കൾ പറയുമ്പോഴും അതേപ്പറ്റി സമഗ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കോഴിക്കോട് പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ പ്രാഥമികമായ കാരണം അല്ലെങ്കിൽ ഈ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ UPSനുണ്ടായ തകരാറൊക്കെ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ചു. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. വീണ്ടും 6ാം നിലയിൽ നിന്നും പുക ഉയരുന്നു. ആശങ്കാജനകമായ സാഹചര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ആശുപത്രി എന്ന് പറയുമ്പോൾ അവിടെ രോഗികൾ, വിവിധ തരത്തിൽ രോഗമുള്ളവർ, അപകടത്തിൽ ചികിത്സയിലുള്ളവർ ഒക്കെ തന്നെ ആശുപത്രിയിലുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം അവിടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അവിടെ 6ാം നിലയിൽ നിന്നും പുക ഉയരുന്നു. അവിടെ നിന്നും വാർഡിൽ നിന്നും രോഗികളെയും ആളുകളെയൊക്കെ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുന്ന ഒരു നടപടിക്രമമാണ് അവിടെ നടന്നു വരുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ദിസ്ന സുരേഷ്, കേൾക്കാമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപകടാവസ്ഥ തുടരുന്നു. അതായത് ഷോർട്ട് സർക്യൂട്ട് മൂലമോ അല്ലെങ്കിൽ UPSൻ്റെ തകരാർ മൂലമോ ഒക്കെ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയാണ്. വീണ്ടും പുകയുയരുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം വലിയ നിലയിൽ സ്ഫോടനവും പുകയും ഒക്കെ ഉയർന്നതിനെ തുടർന്ന് അവിടെ ഏതാനും മരണങ്ങൾ ഈ സമയങ്ങളിൽ നടന്നിരുന്നു. മരണം എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച അന്വേഷണം അതൊക്കെ തന്നെ നടക്കുന്നു. അപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും 6ാം നിലയിൽ ഇത്തരത്തിൽ പുകയുയരുന്ന സാഹചര്യം. രോഗികളെ ഒഴിപ്പിക്കുന്ന നടപടി ഇപ്പോഴും തുടരുകയാണോ? ദിസ്ന സുരേഷ്. 6ാം നിലയിൽ രോഗികളില്ല എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എങ്കിലും ഇവിടെ നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പോലെ തന്നെ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ തീപിടുത്തമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പരിശോധന നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഭയം ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ചോ, ചേട്ടാ, എന്താ സംഭവിച്ചത്? രാവിലെ ഇങ്ങോട്ട് മാറ്റിയ രോഗികളെ തിരിച്ച് അതാത് വാർഡുകളിലേക്ക് തന്നെ ഇപ്പോൾ കൊണ്ടുപോയി സ്ഥാപിച്ചു. അതായത് ആകാശപാത വഴി ആ രോഗികളെ മുഴുവനായിട്ടും എന്ത് ചെയ്തു? എത്ര രോഗികളെ മാറ്റി? അതായത് 36ഓളം രോഗികളുണ്ടായിരുന്നു. ഇത്തരത്തിൽ എങ്ങനെയാണ് പുക ഉയർന്നത്? അത് അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പം അതാണ് സംഭവിച്ചത്. ആ വർക്ക് നടക്കുന്ന സമയത്ത് എന്തോ ചെറുതായിട്ട് 56 രോഗികളെയും അതായത് രാവിലെ കൊണ്ടുവന്ന വാർഡുകളിലേക്ക് തിരിച്ച് കൊണ്ടുപോയി. തീർച്ചയായും വർക്ക് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എത്തരത്തിലാണ് ഇത്തരത്തിലൊരു പുക ഉയർന്നത്? എങ്ങനെയാണ് ചേട്ടാ, എങ്ങനെയാണ് പുക ഉയർന്നത്? പുക വന്നത് 6ാം നിലയിൽ നിന്നാണ്. എന്താണ് കാരണം എന്ന് മനസ്സിലായില്ല. കാരണം കംപ്ലീറ്റ് ഈ പുക സ്പാർക്ക് ചെയ്തിട്ട്
ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ് സംഭവം. അപ്പോൾ ഇതിനിടയിൽ എവിടെ നിന്നാണ് പുക, എന്താ കാര്യം എന്നുള്ള അറിയണമെങ്കിൽ ആ പുക കംപ്ലീറ്റ് പുറത്തു പോയാലേ അത് മനസ്സിലാവുള്ളൂ. അതിന് ഫയർഫോഴ്സിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്. ഓല് ഈ പുക വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാ രോഗികളെയും ഇവിടെ മാറ്റിയിരുന്നു. പക്ഷേ ഇന്ന് കാലത്ത് ന്യൂറോ സർജറിൻ്റെ രോഗികളെ തിരിച്ച് ഈ വാർഡിലേക്ക് തന്നെ മാറ്റിയിരുന്നു. ഒരു 35ഓളം രോഗികളുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്മെല്ല് വന്നപ്പോൾ എന്താണിത് മനസ്സിലാകുന്നതിൻ്റെ കാരണം ആലോചിച്ച് ഇത് എന്തെങ്കിലും വീണ്ടും പ്രശ്നമാണോ എന്ന് തോന്നി പെട്ടെന്ന് ഇവിടുന്ന് തന്നെ വേഗം അതാത് സ്ഥലത്തേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടായത്. 4ാം നിലയിലായിരുന്നു രോഗികൾ. ന്യൂറോ സർജറിന്റെ രോഗികളുള്ളത് 4ാം നിലയിലായിരുന്നു. സംഭവം ഉള്ളത് 6ാം നിലയിലാണ്. ആ ഒരു 6ാം നിലയിലല്ലല്ലോ പുക, 4ാം നിലയിൽ പുക രോഗികൾ ഉണ്ടായിരുന്നു. അവരെയാണ് 2-2:30 ആകുമ്പോൾ എല്ലാവരെയും മാറ്റി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ അതിൻ്റെതായിരിക്കുന്ന പണികൾ പ്രവർത്തി നടക്കുന്നല്ലേ ഉള്ളൂ. വലിയ രീതിയിൽ അത് ഇന്ന് കാലത്തൊക്കെയാണ് പ്രവേശിച്ച് തുടങ്ങിയത്. ഒരു 35ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഒഴിപ്പിച്ചു. അവർക്കൊന്നും പ്രയാസം ഉണ്ടായില്ല. ഓല് അതാത് വാർഡുകളിലേക്ക് മാറ്റി, പഴയ ഹോസ്പിറ്റലിലേക്ക്. എന്താണെന്ന് പറയാൻ കഴിയൂല. കാരണം ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. അമ്മാതിരി പുകയാണല്ലോ. ആ പുക ഇനി എന്താണ് എവിടെ നിന്നാണ് ഇത് വന്നതെന്നുള്ളത് മനസ്സിലാണെങ്കിൽ തന്നെ ആ പുക കംപ്ലീറ്റ് അവിടെ നീക്കം ചെയ്താലേ മനസ്സിലാവുള്ളൂ. വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളമാണ് ഇങ്ങനെ ഒരു പുക ഉയർന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ 4ാം നിലയിൽ രോഗികൾ ഉണ്ടായിരുന്നു. ആ 4ാം നിലയിലെ രോഗികളെ ഒക്കെ തന്നെയും മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള സജ്ജീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരത്തിൽ ദുരന്തമുണ്ടായത്. കൂടാതെ തന്നെ 5 പേർ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ മരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണവുമായി കുടുംബ രംഗത്ത് വന്നൊരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പരിഭ്രാന്തി തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് വലിയ രീതിയിലുള്ള പുക തന്നെയാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. എന്താണ് വീണ്ടും ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ദുരന്തം വന്നതിനുള്ള കാരണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. വിനോദ്, തീർച്ചയായും ആശുപത്രിയിലെ ജീവനക്കാരൻ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. 6ാം നിലയിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടെ അവിടെ നിന്ന് പുകയുയർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 6ാം നിലയിലാണോ കഴിഞ്ഞ തവണ ഈ പൊട്ടിത്തെറിയും UPS പൊട്ടിത്തെറിക്കുകയും അതേപോലെ തന്നെ തീപിടുത്തവും പുക ഉയർന്നതുമൊക്കെ 6ാം നിലയിലായിരുന്നു? 4ാം നിലയിലായിരുന്നു രോഗികൾ. 35ഓളം രോഗികൾ ഉണ്ടായിരുന്നു. അവരെ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിയെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഈ സ്ഫോടനവും വലിയ നിലയിൽ പുക ഉയർന്നതുമൊക്കെ 6ാം നിലയിലായിരുന്നോ ദിസ്ന? വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 4ാം നിലയിൽ രോഗികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ രോഗികൾ ആശ്വാസകരമായ വാർത്തയാണ് എന്ന് തന്നെ നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ കഴിയും. അത്തരത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾപ്പെടെ ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ തന്നെയും പരിഹരിച്ച് അവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നുവെങ്കിൽ വലിയൊരു രീതിയിലുള്ള അപകടത്തിലേക്ക് ഈ ഒരു നിമിഷം മാറിയേനെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിക്കടി ഇത്തരത്തിലുള്ള ദുരന്തം അല്ലെങ്കിൽ ഈ പുകയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വിശദീകരണം വേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നൽകുവാൻ അധികൃതർ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പുക ഉയർന്നു എന്ന് മാത്രമുള്ള ഒരു വിശദീകരണം തന്നെയാണ് അധികൃതർ നൽകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിന് കൃത്യമായ കാരണം എന്നതറിയില്ല. പ്രതിപക്ഷ കക്ഷികൾ നിർമ്മിതിയിലടക്കം തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അടിക്കടി ഇങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ നമുക്കറിയില്ല. 6ാം നിലയിൽ ഇത്തരത്തിൽ സമാനമായ രീതി ഉണ്ടായ ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ നിരവധി ആളുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഈ ആശുപത്രിയിലാണ് അടിക്കടി സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒന്ന് തന്നെയാണ്. ജിസ്ന, നമ്മൾക്കറിയാം കഴിഞ്ഞ തവണ ഈ ആശുപത്രിയിൽ വലിയ നിലയിൽ സ്ഫോടനവും അല്ലെങ്കിൽ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്നു, UPSകൾ പൊട്ടിത്തെറിക്കുന്നു, അതേ തുടർന്ന് വലിയ നിലയിൽ പുക ഉയരുന്ന സാഹചര്യം. അതുകൊണ്ട് അനാരോഗ്യമായ ആ സാഹചര്യത്തെ മറികടക്കാൻ അവിടെ ചികിത്സയിലുണ്ടായിരുന്ന, അവിടെ ഗുരുതരമായി രോഗം ബാധിച്ചിരുന്ന ആളുകളെയൊക്കെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിരുന്നു. അത് ബീച്ച് ആശുപത്രിയിലേക്ക് കുറച്ചുപേരെ മാറ്റി, അല്ലാതെ അവിടുത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും കുറച്ച് ആളുകളെ മാറ്റിയിരുന്നു. അവരെയൊക്കെ തിരികെ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ബാറ്ററിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന നടപടികൾ ആരംഭിച്ചപ്പോൾ
ആശുപത്രിയിലേക്ക് അവരൊക്കെ മടങ്ങി വന്നിട്ടുണ്ടോ? അതേ തുടർന്നാണോ ആശുപത്രിയിൽ ഇപ്പോൾ പൊതുവെ നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിൽ ഇത്തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ രോഗികൾക്ക് കിടക്കാൻ സൗകര്യമില്ലാത്ത ഒരു സാഹചര്യം സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഈ മറ്റ് ആശുപത്രികൾ ചികിത്സയിലുള്ള രോഗികൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? അവരെ ഈ വാർഡിൽ നേരത്തെ പ്രശ്നമുണ്ടായ വാർഡിലേക്ക് മാറ്റിയതിന് ശേഷമായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു അപകടം അതേ ബിൽഡിങ്ങിൽ നടന്നത്. ദിസ്ന, വിനോദ്, ആ പഴയ അത്യാഹിത വിഭാഗത്തിന്റെ ഒക്കെ തന്നെയും അവിടെ ഉണ്ടായിരുന്ന, അതായത് താൽക്കാലികമായി പഴയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. 2 ദിവസത്തിനകം ഈ പുതിയ ബിൽഡിങ്ങിലെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നൊരു കാര്യമാണ് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ 6ാം നില, അതായത് ഉൾപ്പെടെയുള്ള 6ാം നിലയിലാണ് ഇപ്പോൾ ഈ പുക ഉയർന്നത്. പക്ഷേ ഈ രോഗികൾ ഉണ്ടായിരുന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അവരെയൊക്കെ തന്നെയും ഒഴിപ്പിച്ചു, സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴിപ്പിച്ചു എന്ന കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വിശദീകരണം ഉണ്ടാവണം. ഇപ്പോഴും നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, പുകമൂടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഈ പുതിയ ബ്ലോക്കിൽ ഉള്ളത് എന്ന് തന്നെയാണ്. വലിയ രീതിയിൽ ഉപകരണങ്ങളിലൊക്കെ തന്നെ ഈ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തന്നെയാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആളപായം ഒന്നും തന്നെ ഇല്ല എന്നൊരു നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ആളുകൾ ആശ്രയിക്കുന്ന ഇത്തരത്തിലുള്ള ആശുപത്രിയിൽ അടിക്കടി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവണം എന്ന് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തി പറയുന്നത് എന്ന് തന്നെയാണ് വസ്തുത. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ നിരവധി ആളുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രി, ആ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു അപകടം അടിക്കടി ഉണ്ടാവുന്നത്. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അടക്കം പരിശോധന നടക്കുമ്പോഴും അതിന്റെ അകത്തു നിന്ന്, അതായത് മെഡിക്കൽ കോളേജിന്റെ അകത്തു നിന്ന് ഇത്തരത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം ആളുകളൊക്കെ തന്നെയും പരിഭ്രാന്തമാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ ഓപ്പറേഷൻ റൂമിൽ അടക്കം തന്നെ രോഗികൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നെങ്കിൽ സ്ഥിതി വളരെയധികം വഷളാവുന്ന ഒരു രീതിയിലേക്ക് മാറുമായിരുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിക്കടി പുക ഉയരുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിശദീകരണം ഉണ്ടാവണം എന്നൊരു കാര്യം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. BJPയുടെ അടക്കമുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പുക ഉയർന്നിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വലിയൊരു രീതിയിലുള്ള ആശങ്ക. ഇതിപ്പോ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു അധോലോക സംഘങ്ങളുടെ ഒരു ഗൂഢകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെ പബ്ലിക്കിന്, മീഡിയകൾക്ക് ഒന്നും തന്നെ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്, എന്താ സംഭവിക്കുന്നത് അറിയാൻ വരെ സ്വാതന്ത്ര്യമില്ല. വളരെ ജനങ്ങളും രോഗികളും വലിയ ആശങ്കയിലാണ്. ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ഈ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള പർച്ചേസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ അന്വേഷണം നടക്കണം. 2 ദിവസം മുമ്പേ ഉണ്ടായിട്ടുള്ള അപകടവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെയുള്ള മേലധികാരികൾക്ക് പോലും ഒരു ധാരണയുമില്ല എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്ന്. കൃത്യമായിട്ട് ഇവിടെ രോഗികളെ കിടത്തി കൊല്ലുന്ന, ഒരു കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് മെഡിക്കൽ കോളേജ് പോകുന്നത്. അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഭരണതലത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള ആശങ്ക പരിഹരിക്കപ്പെടില്ല. വളരെ കൃത്യമായിട്ടും ഇപ്പൊ തന്നെ ഇവിടെ ഒരാളെയും അങ്ങോട്ട് പ്രവേശിക്കാൻ വരെ അനുവദിക്കാത്ത വിധത്തിൽ എന്താ ഇത്രയും ദുരൂഹത ഇതിൻ്റെ ഉള്ളിൽ? ഇത് ജനങ്ങൾക്ക് അറിയണ്ടേ? ജനങ്ങളുടെ മുന്നിലല്ലേ ഈ ദുരൂഹത മാറ്റേണ്ടത്? അതിനുവേണ്ടിയാണ് ഇത്രയും പബ്ലിക് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ വലിയ ഒരു വീഴ്ച ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ടാണ് പോലീസ് സംവിധാനം വരെ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തത്. സാധാരണക്കാരായ നിരവധി ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തീരദേശ മേഖലയിലെ രോഗികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊരു വിശദീകരണം നൽകാൻ അധികൃതർ പോലും തയ്യാറാവുന്നത്? ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഏറ്റവും പട്ടിണി പാവങ്ങളുടെ അഭയ കേന്ദ്രമായിട്ടുള്ള ഇവിടെ നിരന്തരമായിട്ട് രോഗികളുടെ ജീവൻ എടുക്കുന്ന അപകടങ്ങൾ വരികയാണ്. അത് ഓരോ ഘട്ടങ്ങളിലും ഇതിങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താനോ ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഉന്നത അധികാരികൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഇത് ആശുപത്രി പൂർണ്ണ സജ്ജമായതിനു ശേഷം മാത്രമേ രോഗികളെ ഇങ്ങോട്ട് മാറ്റുകയുള്ളൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ തന്നെ രോഗികൾ പറയുന്നു അവരിവിടെ ചികിത്സയിലായിരുന്നു 3-4 നിലകളിൽ. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം വേണ്ടേ? കാരണം ആശുപത്രി ഫിറ്റല്ല, അതിനു മുൻപ് തന്നെ രോഗികളോട് എത്തുന്ന സാഹചര്യം. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്.
വാക്കും കീറിയ ചാക്കും ഒരുപോലെയാണ്. എന്തുറപ്പാണ് അവരിവിടെ പാലിച്ചിട്ടുള്ളത്? നോക്കൂ, 2 ദിവസമായിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫൈൻഡിങ്സ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒന്നും പുറത്തു വന്നിട്ടില്ല. അവരുടെ അനുസരിക്കുന്ന ചിലരുടെ ഉത്തരവ് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമാണ്, ഞങ്ങൾ അന്നേ ആരോപിച്ചിട്ടുണ്ട്, 195 കോടി രൂപയുടെ ഒരു ബ്ലോക്കും ഇവിടെ ഉണ്ടാക്കി ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യവും ഉൾപ്പെടുത്താതെ ഇവിടുത്തെ കൃത്യമായിട്ട് നടന്നിട്ടുള്ള പർച്ചേസുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം അടിയന്തരമായിട്ട് നടത്തണം. അത് UPS ആകട്ടെ എന്തുമാകട്ടെ, ആരുടെ നിർദ്ദേശപ്രകാരം എവിടെ നിന്ന് ഇതൊക്കെ പർച്ചേസ് നടത്തി, ആരാണ് ഇതിന് പുറകിൽ, ഇതാണ് അന്വേഷിക്കേണ്ടത്. PMSSY ബ്ലോക്ക് രാജ്യവ്യാപകമായിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴയിലുണ്ട്, SATയിലുണ്ട്. എവിടെയും സംഭവിക്കാത്ത നിരന്തരമായ അപകടങ്ങൾ എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം വരുന്നത്? ഇത് അന്വേഷണ വിധേയമാക്കണം. ഇതിന്റെ പിന്നിൽ വലിയ അഴിമതികൾ, ഇവിടെ നടന്നിട്ടുള്ള പർച്ചേസിലടക്കം അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാത്തത്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് നിയന്ത്രിക്കുന്നത്, ആശുപത്രിയെ നിയന്ത്രിക്കുന്നത് ഒരു അധോലോക ഗൂഢസംഘമാണ്. ആ ഗൂഢസംഘമാണ് നിയന്ത്രിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആരും ഒന്നും പറയാൻ പുറത്തു വരാൻ പറ്റില്ല. ഇവിടെ മരുന്നില്ലാതെ ആൾ മരിക്കുന്നു, ഡോക്ടർ ഇല്ലാതെ ആൾ മരിക്കുന്നു, ഇപ്പോൾ ശ്വാസം കിട്ടാതെ ആൾ മരിക്കുന്നു. എന്നിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു മറുപടി നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എവിടെ പോകണം? എന്തേ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒളിച്ചു വെക്കാൻ എന്താ അവിടെ ഉള്ളത്? അതുകൊണ്ട് കൃത്യമായിട്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും സൂപ്രണ്ടും അതേപോലെ തന്നെ പ്രിൻസിപ്പാളും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ജീവൻ എടുത്തിട്ടുള്ളത്. സർക്കാർ സ്പോൺസേഡ് കൂട്ടക്കൊല നടന്നിട്ടുള്ള സ്ഥലമാണിത്. എന്നിട്ടും ഇവിടെ പുക ശ്വസിച്ചിട്ട് ആള് മരിച്ചിട്ടില്ല. പുക ശ്വസിച്ചിട്ട് ആള് മരിച്ചിട്ടില്ല എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ട് മരിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് വെന്റിലേറ്ററിൽ നിന്ന് പ്ലഗ് മൂരി 10-20 മിനിറ്റ് ആർക്കും ഇവിടെ ശ്വാസം കിട്ടാതെയാണ് ആള് മരിച്ചിട്ടുള്ളത്. അത് കൊലപാതകം തന്നെയാണ്, സർക്കാർ സ്പോൺസേഡ് കൊലപാതക. അല്ലെങ്കിൽ ഒരു കാര്യം ഇവർ ചെയ്യണം, എന്തിനാ ദുരൂഹത? ഞങ്ങൾ കാണിക്കട്ടെ, മാധ്യമ പ്രവർത്തകർ കാണട്ടെ എന്താ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാത്ത സംഭവം ഉള്ളത്. അതുകൊണ്ട് കൃത്യമാണ്, വലിയ രീതിയിലുള്ള വീഴ്ച ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രോഗികളുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കാണണം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണണം. അത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. വളരെ കൃത്യമാണ്. അതാ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, 195 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് വന്ന് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതെന്തുമാകട്ടെ പർച്ചേസിംഗിൽ നടന്നിട്ടുള്ള വലിയ ക്രമക്കേടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മറച്ചു വയ്ക്കാനാണ്, തെളിവ് നശിപ്പിക്കാനാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ അടച്ചിട്ട് ഇവിടെ ACPയുടെ നേതൃത്വത്തിൽ ഇവിടെ ബന്ദോബസ്താക്കി വെച്ചിരിക്കുന്നത്.